നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയും യുവതീ പ്രവേശനത്തിലെ സർക്കാരിന്റെ ഇരട്ടത്താപ്പും തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമെന്ന് രമേശ് ചെന്നിത്തല. CPM അഭിമുഖീകരിക്കുന്നത് ഏറ്റവും വലിയ അപജയം. ഉത്തമ കമ്മ്യൂണിസ്റ്റുകൾ പാർട്ടി വിടുകയാണെന്നും ചെന്നിത്തല. വിവാദങ്ങളിലൂടെ വോട്ടർമാരുടെ ശ്രദ്ധ തിരിക്കാനാണ് LDF UDF മുന്നണികൾ ശ്രമിക്കുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. NDAയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസവും പ്രതീക്ഷയും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. CPIM-ഉം കോൺഗ്രസും തമ്മിലാണ് കൂട്ടുകെട്ടുള്ളതെന്നും രാജീവ് ചന്ദ്രശേഖർ. ഇടതു സർക്കാരിന്റെ തുടർച്ചയുണ്ടാകണമെന്ന് ജനം ആഗ്രഹിക്കുന്നതായി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത. രാജ്യത്ത് ആദ്യമായി വീട്ടമ്മമാർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ സംസ്ഥാനമായി കേരളം മാറി. 10 വർഷത്തെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കപ്പെട്ടത് സ്ത്രീകളും കുട്ടികളുമാണെന്നും CS സുജാത. കല്ലടയാർ വറ്റി വരടുന്നു. ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു. പുനലൂരിലും സമീപ പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം ഉണ്ടാകുമോ എന്ന് ആശങ്ക. ചൂട് കൂടിയതോടെ കിണറുകളിലെ ജലനിരപ്പും താഴ്ന്നു തുടങ്ങി. വിശദമായ വാർത്തകളിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഏറ്റെടുത്ത പ്രധാന വിഷയം ശബരിമല സ്വർണ്ണക്കൊള്ളയും യുവതീ പ്രവേശനത്തിലെ സർക്കാരിന്റെ ഇരട്ടത്താപ്പുമാണെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. കൊല്ലം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച വോട്ടും വാക്കും എന്ന സംവാദ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത അപജയമാണ് CPM അഭിമുഖീകരിക്കുന്നത് എന്നും അതിൽ സഹികെട്ടാണ് ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാർ CPM വിട്ടുപോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയും യുവതീ പ്രവേശനത്തിൽ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഏറ്റെടുത്ത പ്രധാന വിഷയമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കൊല്ലം പ്രസ് ക്ലബിൻ്റെ വോട്ടും വാക്കും എന്ന സംവാദത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത അപജയമാണ് CPM അഭിമുഖീകരിക്കുന്നതെന്നും അതിൽ സഹികെട്ടാണ് ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാർ CPM വിട്ടുപോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് മനന്നതാണ്. മുൻ അടൂർ MLA ഉണ്ണികൃഷ്ണനാരുടെ ഭാര്യ രാജിവെച്ചു പോയി. കേരളത്തിലെ പാർട്ടി ഇന്ന് ജീർണത നേരിടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ തുടർഭരണം ആഗ്രഹിക്കുന്നില്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പാർട്ടി പ്രതിപക്ഷത്ത് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. CPM-ന്റെ കോട്ടകളിലാണ് ഇപ്പോൾ വിള്ളൽ വീണുകൊണ്ടിരിക്കുന്നത്. അത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് ഈ ഭരണത്തിനെതിരായി അണിനിരക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. UDF ജില്ലാ ചെയർമാൻ KC രാജൻ, DCC പ്രസിഡന്റ് P രാജേന്ദ്രപ്രസാദ്, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് D ജയകൃഷ്ണൻ, സെക്രട്ടറി സനൽ D പ്രേം, ട്രഷറർ കണ്ണൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കുണ്ടറയിലെ UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥിന്റെ മണ്ഡല പര്യടനത്തിന് തുടക്കമായി. കുണ്ടറയിൽ കശുവണ്ടി തൊഴിലാളികൾ വിഷ്ണുനാഥിന് സ്വീകരണം നൽകി. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ കശുവണ്ടി വ്യവസായത്തെ സംരക്ഷിക്കുമെന്ന കുണ്ടറയിലെ UDF സ്ഥാനാർത്ഥി PC വിഷ്ണുനാഥ്. പഞ്ചായത്തിലെ കശുവണ്ടി തൊഴിലാളികൾ നൽകിയ സ്വീകരണത്തിന് നന്ദി പറയുകയായിരുന്നു അദ്ദേഹം. കശുവണ്ടി മേഖലയെ ഏറ്റവും അധികം ദ്രോഹിച്ച സർക്കാരാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നമ്മുടെ നോമിനേഷന്റെ സൂക്ഷ്മ പരിശോധനയായിരുന്നു. അത് കുറച്ച് സമയം വൈകിയത് കാരണമാണ് പറഞ്ഞ സമയത്ത് എത്താൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ഇറങ്ങിയിട്ട് രണ്ടാമത് കയറിയതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ, സ്നേഹം, സഹായം, വോട്ട് എല്ലാം എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 5 വർഷം മുമ്പ് ഞാൻ വോട്ട് പിടിക്കാൻ വന്ന സമയത്ത് പറഞ്ഞിരുന്നു, എന്നെ നിങ്ങൾ ജയിപ്പിച്ചാൽ കേരളത്തിലെ കശുവണ്ടി തൊഴിലാളികളുടെ ശബ്ദം കേരളത്തിൻ്റെ നിയമസഭയിൽ മുഴങ്ങി കേൾക്കും, ഞാൻ ആ ശബ്ദം ഉയർത്തും എന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഈ 5 വർഷക്കാലവും എത്രയോ തവണ കശുവണ്ടി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ചു. മതിയായ ഹാജർ ഉണ്ടാകാത്ത സാഹചര്യം, അത് തൊഴിൽ ദിനങ്ങൾ ഉണ്ടാകണമെന്ന്. ഇനി തൊഴിൽ സ്വകാര്യ കമ്പനിയിലടക്കം പല കമ്പനികൾ ഓണം വരെ പ്രവർത്തിച്ചിരുന്നത് ഓണം കഴിഞ്ഞപ്പോൾ പല സ്ഥലത്തും കൂട്ടി. PC വിഷ്ണുനാഥിന്റെ സ്വീകരണ പര്യടനം രാവിലെ ഇളമ്പള്ളൂരിൽ നിന്നുമാണ് ആരംഭിച്ചത്. DCC ജനറൽ സെക്രട്ടറി KRV സഹജൻ ഉദ്ഘാടനം ചെയ്തു. വേണുഗോപാൽ, പാണ്ഡവപുരം രഘു, പെരിനാട് മുരളി, ശ്രീനിവാസൻ, രമണൻപിള്ള, TCNൽ വേണുഗോപാൽ, ഗോപിനാഥൻ പിള്ള, വിനോദ് G പിള്ള, പെരുമ്പുഴ ഗോപൻ, സുധീർ ചേരിക്കോണം, KR സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. മീനച്ചൂടിലും തളരാതെ കുണ്ടറയിലെ LDF സ്ഥാനാർത്ഥി SL സജികുമാറിന്റെ പ്രചാരണം. വിവിധ മേഖലകളിൽ അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു. നെടുമ്പന, പുത്തൻചന്ത, കുഴിയം എന്നിവിടങ്ങളിൽ സജികുമാർ വോട്ട് തേടി.
കുണ്ടറ നിയോജക മണ്ഡലത്തിലാണ് മീനച്ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ആവേശമുള്ളത്. പ്രചാരണ തിരക്കിലാണ് LDF സ്ഥാനാർത്ഥി SL സജികുമാർ. പാട്ടുപുരയ്ക്കൽ ദേവി ക്ഷേത്രത്തിലെ പൊങ്കാലയിൽ പങ്കെടുത്ത് ഭക്തരെ സന്ദർശിച്ച് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു. നെടുമ്പന ഇടപ്പണയത്തുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളോട് അവരുടെ വിശേഷങ്ങൾ അന്വേഷിച്ച് അവരിൽ ഒരാളായി മാറി അദ്ദേഹം വോട്ട് തേടി. പുത്തൻചന്തയിലെ കടകളിലെ വ്യാപാരികളോടും വോട്ട് അഭ്യർത്ഥിച്ചു. കുഴിയം മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന വിവാഹ ചടങ്ങിലും പങ്കെടുത്ത് വോട്ട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ആചാരപ്പെരുമയിൽ ചവറ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിൽ ചമയവിളക്ക് മഹോത്സവം. 100 കണക്കിന് പുരുഷന്മാർ അങ്കനമാരുടെ വേഷമണിഞ്ഞ് ചമയവിളക്കെടുത്തു. അഭീഷ്ട കാര്യസിദ്ധിക്കായാണ് ചമയവിളക്കെടുക്കുന്നത്. കുട്ടികൾ മുതൽ വയോധികർ വരെയുള്ളവർ വ്രതം നോറ്റ് ചമയവിളക്കെടുക്കാനെത്തി. ദീപാരാധനയ്ക്കു ശേഷം പുരുഷാങ്കനമാർ 5ഉം 7ഉം തിരിയിട്ട ചമയവിളക്കുമായി ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെച്ചു. പുലർച്ചെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ദേവി ചമയവിളക്ക് കാണാനെത്തുന്നതും കാത്ത് ക്ഷേത്രക്കുളം മുതൽ കുഞ്ഞാലിമൂടും വരെ ഇരുവശങ്ങളിലുമായി അവർ നിരന്നു നിന്നു. ദേവിക്ക് മുന്നിൽ തങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിച്ച് അനുഗ്രഹം വാങ്ങിയാണ് വിളക്കെടുത്തവർ മടങ്ങിയത്. കാഴ്ചകൾ കാണാനും ക്യാമറയിലും മൊബൈലിലും ഉൾപ്പെടെ പകർത്താനും വിദേശികൾ ഉൾപ്പെടെയുള്ളവർ ക്ഷേത്രത്തിലേക്കെത്തി. ചമയവിളക്കിന് പിന്നാലെ പുലർച്ചെ ആറാട്ട് നടത്തി പ്രത്യേകം തയ്യാറാക്കിയ കുരുത്തോലപ്പന്തലിൽ ദേവി വിശ്രമിക്കാനായി ഇരുന്നതോടെ ആദ്യ ദിവസത്തെ ഉത്സവ ചടങ്ങുകൾക്ക് സമാപനമായി. ചമയവിളക്കിന് വർണ്ണം ചാർത്തി കെട്ടുകാഴ്ചയും നടന്നു. ഐതിഹ്യവും വിശ്വാസവും ഇടകലർന്ന ചമയവിളക്ക് ദർശിക്കാൻ ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് R. രാജീവ് ചന്ദ്രൻ, സെക്രട്ടറി കുന്നത്രാടിയിൽ S. രാജശേഖരൻ പിള്ള, വിനു വി നായർ, G. അനിലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ വർഷത്തെ വിശ്വപ്രസിദ്ധമായ കൊറ്റൻകുളങ്ങര അമ്മയുടെ ചമയവിളക്ക് വളരെ കാര്യഗൗരവമായി തന്നെ നടത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും വളരെ ചിട്ടയായി തന്നെ ആദ്യം മുതൽ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. മാർച്ച് 11-ാം തീയതി മുതലാണ് ഈ വർഷത്തെ ഉത്സവം ആരംഭിച്ചത്. മാർച്ച് 11 മുതൽ തന്നെ വളരെ ക്രമീകരണങ്ങളോടുകൂടി ആചാരാനുഷ്ഠാനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും നിലനിർത്തിക്കൊണ്ട് ആണ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ആദിപരാശക്തിയാണ് കൊറ്റൻകുളങ്ങര വീരഭട്ടാരിക അമ്മ. 1000 ഭദ്രകാളിയുടെ ശക്തിയാണ് വീരഭട്ടാരിക. ഈ വീരഭട്ടാരിക എന്ന നാമധേയത്തിൽ ലോകത്ത് ഒരൊറ്റ ക്ഷേത്രം മാത്രമേ ഉള്ളൂ. അത് കൊറ്റൻകുളങ്ങര ദേവിയാണ്. കൊറ്റൻകുളങ്ങര വീരഭട്ടാരിക അമ്മയാണ്. വിളിച്ചാൽ വെളിപ്പുറത്താണ്. ഇവിടെ ഒരുപാട് അനുഭവങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ. വിവാദങ്ങളിലൂടെയും ഡീൽ ആരോപണങ്ങളിലൂടെയും വോട്ടർമാരുടെ ശ്രദ്ധ തിരിക്കാനാണ് LDF, UDF മുന്നണികൾ ശ്രമിക്കുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. NDAയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസവും പ്രതീക്ഷയും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. CPIM-ഉം കോൺഗ്രസും തമ്മിലാണ് പലയിടത്തും കൂട്ടുകെട്ടുള്ളത്. BJPക്കെതിരായ ഡീൽ ആരോപണം ഭയം കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. വിവാദങ്ങളിലൂടെയും ഡീൽ ആരോപണങ്ങളിലൂടെയും വോട്ടർമാരുടെ ശ്രദ്ധ തിരിക്കാനുള്ള LDF, UDF മുന്നണികളുടെ ശ്രമം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്നില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്ന, വികസനം യാഥാർത്ഥ്യമാക്കുന്ന ബദൽ മുന്നണിയായി വളർന്ന NDAയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസവും പ്രതീക്ഷയും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലം പ്രസ് ക്ലബിന്റെ വോട്ടും വാക്കും തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. കൂട്ടുകെട്ട് CPIM-ഉം കോൺഗ്രസും തമ്മിലാണ്. BJPയെ വലിച്ചിഴയ്ക്കുന്നത് ശ്രദ്ധ തിരിക്കാനാണ്. BJPക്കെതിരായ ഡീൽ ആരോപണം ഭയം കൊണ്ടാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അപ്പോൾ ഈ ഇലക്ഷൻ ഒരു മാറ്റത്തിന്റെ ഇലക്ഷനാണ്. മാറ്റം, എന്തു മാറ്റം? ഭരണമാറ്റം മാത്രമല്ല, ഒരു ഭരണശൈലിയിൽ മാറ്റം, രാഷ്ട്രീയ സംസ്കാരത്തിൽ ഒരു മാറ്റം, വിവാദത്തിൽ നിന്നൊരു വികസനത്തിലേക്ക് ഒരു മാറ്റം ആയിട്ടാണ് ഞങ്ങൾ കാണുന്നതും അങ്ങനെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ
ഇത് ജനങ്ങളെ ഏറ്റെടുക്കുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇത് ജനങ്ങളുടെ മനസ്സിൽ കയറുന്നുണ്ട്. ഇതൊരു നിർണായകമായ ഇലക്ഷനാണ്, മാറ്റം വേണമെന്ന് അതിന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കഴിഞ്ഞ 4 ദിവസം CPM കോൺഗ്രസ് പറയുന്നതും ചെയ്യുന്നതും നമ്മളൊന്ന് പരിശോധിച്ചാൽ ജനങ്ങൾ ഈ മാറ്റം ആവശ്യപ്പെടുന്നുണ്ടെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഒരു മതത്തിനെതിരെ പറയാനും BJP ഇല്ലെന്നും നൂലിൽ കെട്ടിയിറക്കിയ രാഷ്ട്രീയ നേതാവാണെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയോട് യോജിക്കുന്നില്ലെന്നും തന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കുറെ നാളായി കോൺഗ്രസുകാർ തന്നെക്കുറിച്ച് അസത്യം പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മത്സ്യത്തിൽ നിന്നും ഭക്ഷ്യവിഷബാധയെന്ന് സംശയം. പോലീസ് ഉദ്യോഗസ്ഥനും കുടുംബവും ആശുപത്രിയിൽ ചികിത്സയിൽ. കരുനാഗപ്പള്ളി മാർക്കറ്റിന് സമീപത്തെ ഫിഷ് സ്റ്റാളിൽ നിന്നുമാണ് ഇവർ മത്സ്യം വാങ്ങിയത്. പരാതിയെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം മത്സ്യത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. കരുനാഗപ്പള്ളി തെക്കുംഭാഗം സ്വദേശിയും കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ SI ആയ സുരേഷും കുടുംബവുമാണ് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. കരുനാഗപ്പള്ളി മാർക്കറ്റിലെ മത്സ്യ സ്റ്റാളിൽ നിന്നും വാങ്ങിയ മത്സ്യം കഴിച്ചതിൽ നിന്നുമാണ് ഇവർക്ക് വിഷബാധയുണ്ടായതെന്നാണ് സംശയം. സുരേഷും ഭാര്യയും മകളും മകനുമാണ് ആശുപത്രിയിൽ കഴിയുന്നത്. ഈ മാസം 21-നാണ് സംഭവം. മകളുടെ ഇഷ്ടപ്രകാരം കരുനാഗപ്പള്ളി മാർക്കറ്റിലെ മത്സ്യക്കടയിൽ നിന്നും വാങ്ങിയ നെയ്മീൻ പാകം ചെയ്ത് കഴിച്ചതിനു ശേഷമാണ് 4 പേർക്കും ഛർദിയും തലവേദനയും ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടായത്. മീനിലെ വിഷാംശമാണ് ഇതിന് കാരണമെന്നാണ് സംശയം. പരാതിയുടെ അടിസ്ഥാനത്തിൽ പാകം ചെയ്തതിന്റെ ബാക്കി മത്സ്യം ഫുഡ് സേഫ്റ്റി ഓഫീസർ ഷീനയുടെ നേതൃത്വത്തിൽ ലാബ് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഭക്ഷ്യസുരക്ഷാ വിഭാഗവും നഗരസഭ ആരോഗ്യ വിഭാഗവും കടയിൽ പരിശോധനയും നടത്തി. കടയിലുണ്ടായിരുന്ന മത്സ്യവും പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. എന്നാൽ മത്സ്യം വാങ്ങിയ മറ്റാരും തന്നെ പരാതിയുമായി എത്തിയിട്ടില്ലെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കേരളത്തിൽ സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. പവന് 2760 രൂപ വർദ്ധിച്ച് 1,07,550 രൂപയായി. ഗ്രാമിന് 345 രൂപ വർദ്ധിച്ചു. സ്വർണ്ണവില ഇനി വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് പ്രവചനം. കേരളത്തിൽ 1 പവൻ സ്വർണത്തിന് 2760 രൂപ വർദ്ധിച്ച് 1,07,550 രൂപയിലെത്തി. ഗ്രാമിന് 345 രൂപ വർദ്ധിച്ച് 13,445 രൂപയുമായി 99,000 രൂപ വരെ കുറഞ്ഞ ശേഷമാണ് സ്വർണ്ണവില വീണ്ടും കുതിപ്പ് തുടങ്ങിയത്. ആഗോള വിപണിയിൽ കാറ്റ് മാറിവീശാൻ തുടങ്ങിയതോടെ സ്വർണ്ണവില ഇനിയും വലിയ മുന്നേറ്റം നടത്തുമെന്നാണ് പ്രവചനം. കേരളത്തിൽ 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 11,050 രൂപയായി ഉയർന്നു. പവന് 88,400 രൂപയായി. അതേസമയം 14 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 8,605 രൂപയിലെത്തി. പവന് 68,840 രൂപയുമായി. 9 ക്യാരറ്റ് ഗ്രാമിന് 5,550 രൂപയും പവന് 44,400 രൂപയിലുമെത്തി. വെള്ളിവിലയിലും വലിയ കുതിപ്പുണ്ടായി. ഗ്രാമിന് 250 രൂപയും 10 ഗ്രാമിന് 2,500 രൂപയുമാണ് ഇന്നത്തെ വെള്ളിവില. ന്യൂസ് ഡെസ്ക്. കല്ലടയാർ വറ്റിവരളുന്നു. ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നതിനെ തുടർന്ന് പുനലൂരിലും സമീപ പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമത്തിന് സാധ്യത. പ്രദേശത്തെ പ്രധാന കുടിവെള്ള പദ്ധതികൾക്ക് ജലം ശേഖരിക്കുന്നത് കല്ലടയാറ്റിൽ നിന്നുമാണ്. ചൂട് കൂടിയതോടെ കിണറുകളിലെ ജലനിരപ്പും താഴ്ന്നു തുടങ്ങി. കടുത്ത വേനൽ മലനാടിനെയും ചുട്ടുപൊള്ളിക്കുകയാണ്. പുനലൂരിന്റെ ജീവനാഡിയായ കല്ലടയാറും വേനലിൽ വറ്റിവരളുന്ന സ്ഥിതിയിലാണ്. കഴിഞ്ഞ ആഴ്ചകളായി അനുഭവപ്പെടുന്ന ഉയർന്ന താപനിലയിൽ കല്ലടയാറ്റിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു തുടങ്ങി. ഇതാകട്ടെ നഗരസഭയിലും സമീപ പ്രദേശങ്ങളിലും ജലക്ഷാമമുണ്ടാകുമോ എന്ന കടുത്ത ആശങ്കയ്ക്കും കാരണമായിട്ടുണ്ട്. നഗരസഭയിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കുമുള്ള പ്രധാന കുടിവെള്ള പദ്ധതികളുടെ എല്ലാം പമ്പിംഗ് കല്ലടയാറിനെ ആശ്രയിച്ചാണ് നടക്കുന്നത്. ജലനിരപ്പ് താഴ്ന്നത് ജലക്ഷാമത്തിന്റെ പിടിയിലേക്ക് നാടിനെ അകപ്പെടുത്തും. വേനൽമഴ ലഭിച്ചില്ലെങ്കിൽ കല്ലടയാറ്റിലും നീരൊഴുക്ക് കുറയാൻ സാധ്യത കൂടുതലാണ്. ഇത് കടുത്ത ജലക്ഷാമത്തിന് വഴിവെക്കും. കല്ലടയാറ്റിൽ ജലനിരപ്പ് കുറഞ്ഞതോടെ തീരപ്രദേശങ്ങളിലെ കിണറുകളിലെ ജലനിരപ്പും ഗണ്യമായി താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. വേനൽമഴ ലഭിക്കും എന്ന പ്രതീക്ഷയാണ് നാട്ടുകാർക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. NDA കൊല്ലം മണ്ഡലം കൺവെൻഷൻ തേവള്ളിയിലാണ് സംഘടിപ്പിച്ചത്. NDA കൊല്ലം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ N പ്രതാപ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് തേവള്ളി രാമോർമ ക്ലബ്ബിൽ സംഘടിപ്പിച്ചത്. BJP മുൻ ദേശീയ കൗൺസിൽ അംഗം MS ശ്യാംകുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഏകദേശം സംസ്ഥാന ഖജനാവിന് 1,500 കോടി രൂപയുടെ സഞ്ചിത നഷ്ടമുണ്ടാക്കിയ കശുവണ്ടി മേഖലയിലെ തകർത്തവരാണ് ഇടതുപക്ഷവും വലതുപക്ഷവും CPM കോൺഗ്രസും
എങ്ങനെയാണോ അവർ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളെ പോലെ പ്രവർത്തിക്കുന്നത് പോലെ ഇവിടെ CPM-ൻ്റെ നേതാക്കന്മാർ ഈ അഴിമതികളിൽ പങ്കാളികളാണ്. INTUC-യുടെ സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ഈ അഴിമതിയിൽ പങ്കാളികളാണ്. പക്ഷേ ഈ കേസ് അന്വേഷണം CBI-ക്ക് വിടാതിരിക്കാൻ ഇരു കൂട്ടരും ഒറ്റക്കെട്ടാണ്. പിണറായി വിജയൻ്റെ സർക്കാർ ഈ അഴിമതിയുടെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നൽകാത്ത സാഹചര്യം മാത്രം മതി ഈ വ്യവസായം തകർത്ത കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും കേരളത്തിൽ ഒരുമിച്ച് ഭരിച്ച്, ഒരുമിച്ച് സഹകരിച്ച്, ഒരുമിച്ച് ഭക്ഷണം കഴിച്ച്, ഒരുമിച്ച് ഉറങ്ങുന്നവരാണ് ഇവിടുത്തെ കോൺഗ്രസ്. കൊല്ലത്തിന്റെ വികസനത്തിന് ഇടത് വലതു മുന്നണികൾ ഒന്നും ചെയ്തില്ലെന്നും നാടിന്റെ ചരിത്രം ഡോക്ടർ പ്രതാപ് കുമാറിലൂടെ തിരുത്തിക്കുറിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. AG ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ES വേണുഗോപാൽ, രാഷ്ട്രീയ ലോക്ദൾ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി G സതീഷ് കുമാർ, പ്രൊഫസർ കോന്നി ഗോപകുമാർ, BDJS ജില്ലാ വൈസ് പ്രസിഡന്റ് സിബു വൈഷ്ണവ് തുടങ്ങിയവർ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളെയും പ്രഖ്യാപിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം. 4 പേർ കിള്ളികൊല്ലൂർ പോലീസിന്റെ പിടിയിൽ. വെള്ളിമൺ, തട്ടാർകോണം, പെരുമ്പുഴ, കുഴിമതിക്കാട് സ്വദേശികളാണ് പിടിയിലായത്. പെൺകുട്ടി സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് പോകുന്ന വഴി കാറിലെത്തിയ സംഘം പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. പെൺകുട്ടി ബഹളം വെച്ചതിനെ തുടർന്ന് പ്രതികൾ ശ്രമം ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതികളാണ് പോലീസിന്റെ പിടിയിലായത്. വെള്ളിമൺ ചെറുമൂട് ഒലിക്കരമേലതിൽ വീട്ടിൽ ജിബി, തട്ടാർകോണം താഹാമുക്ക VR ഭവനിൽ രാജേഷ്, പെരുമ്പുഴ പുനുക്കന്നൂർ ബിനു ഭവനിൽ ബിനു, കുഴിമതിക്കാട് മാവിള വീട്ടിൽ വിപിൻ എന്നിവരാണ് കിളികൊല്ലൂർ പോലീസിന്റെ പിടിയിലായത്. പെൺകുട്ടി സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന വഴി കാറിലെത്തിയ സംഘം പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. പെൺകുട്ടി ബഹളം വെച്ചതിനെ തുടർന്ന് ശ്രമം ഉപേക്ഷിച്ച് സംഘം കടന്നുകളഞ്ഞു. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കിളികൊല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇടത് സർക്കാരിന്റെ തുടർച്ചയുണ്ടാകണമെന്ന് ജനം ആഗ്രഹിക്കുന്നതായി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത. കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. രാജ്യത്ത് ആദ്യമായി വീട്ടമ്മമാർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ സംസ്ഥാനമായി കേരളം മാറി. 10 വർഷത്തെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കപ്പെട്ടത് സ്ത്രീകളും കുട്ടികളുമാണെന്നും സുജാത പറഞ്ഞു. ഇടതു സർക്കാരിന്റെ 10 വർഷത്തെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ ചേർത്തു പിടിക്കപ്പെട്ടത് സ്ത്രീകളും കുട്ടികളുമാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത. കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി MS താരയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. രാജ്യത്ത് ആദ്യമായി വീട്ടമ്മമാർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ സംസ്ഥാനമായി കേരളം മാറി. സംസ്ഥാന PSCകൾ വഴി നടത്തിയ നിയമനങ്ങളിൽ 65% നടന്നത് കേരളത്തിലാണ്. ഈ ഭരണത്തിന് തുടർച്ചയുണ്ടാകണമെന്ന് കേരള ജനത ആഗ്രഹിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ വർഗീയത മുഖമുദ്രയാക്കി വോട്ട് നേടാൻ ശ്രമിക്കുമ്പോൾ കള്ളക്കഥകളും അപവാദ പ്രചരണങ്ങളും നടത്തി എങ്ങനെയും അധികാരത്തിലെത്താനാണ് UDF ശ്രമിക്കുന്നത്. സുജാത കൂട്ടിച്ചേർത്തു. രാജ്യങ്ങളെ കൈകാര്യം ചെയ്യാൻ നടത്തുന്ന പരിശ്രമങ്ങൾ നമുക്കറിയാം. പലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ തേങ്ങലുകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇസ്രയേൽ പാലസ്തീനിൽ നടത്തിയ യുദ്ധത്തിൽ 1 ലക്ഷത്തോളം വരുന്ന ആളുകൾ കൊല്ലപ്പെട്ടു. അതിൽ 70,000-ഓളം വരുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളുമായിരുന്നു. ഇസ്രയേലിൻ്റെ ചെല്ലും ചെലവും കൊടുത്ത് എല്ലാ സപ്പോർട്ടും കൊടുത്ത് ആ യുദ്ധം അവിടെ ഉണ്ടാക്കിയത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ്. അത് കഴിഞ്ഞപ്പോൾ ഏകപക്ഷീയമായി ഇറാനെ ആക്രമിച്ചു. അമേരിക്കയും ഇസ്രയേലും ചേർന്നുകൊണ്ട് തന്നെയാണ്. ഈ 2 ഘട്ടത്തിലും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്തായിരുന്നു? ഇന്ത്യ ഗവൺമെൻറ് ശക്തമായി ഇതിനെയൊക്കെ അപലപിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇസ്രയേൽ ചേർന്ന് നടത്തിയ പ്രസ്താവന നമ്മൾ കേൾക്കുകയുണ്ടായി. ഇറാൻ ഭരണാധികാരിയെ കൊലപ്പെടുത്തിയപ്പോൾ ഇന്ത്യയുടെ നല്ല സുഹൃത്തായിരുന്നു ഇറാൻ. ഒന്ന് അപലപിക്കാൻ ഇന്ത്യൻ ഭരണാധികാരി തയ്യാറായില്ല. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ശിവശങ്കരപിള്ള അധ്യക്ഷത വഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി ജഗജ്ജീവൻ ലാലി, LDF നേതാക്കളായ A അനിരുദ്ധൻ, PV സത്യദേവൻ, സൂസൻ കോടി, P ബാലചന്ദ്രൻ, C രാധാമണി, PR വസന്തൻ, RS അനിൽ, AS ഷാജി, R സോമൻപിള്ള, കരിമ്പാലിൽ സദാനന്ദൻ, ഷിഹാബ് എസ് പൈനുമൂട്, സ്ഥാനാർത്ഥി MS താര തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. ശബരിമല സ്വർണ്ണക്കൊള്ളയും യുവതീ പ്രവേശനത്തിലെ സർക്കാരിന്റെ ഇരട്ടത്താപ്പും തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമെന്ന് രമേശ് ചെന്നിത്തല. CPM അഭിമുഖീകരിക്കുന്നത് ഏറ്റവും വലിയ അപജയം. ഉത്തമ കമ്മ്യൂണിസ്റ്റുകൾ പാർട്ടി വിടുകയാണെന്നും ചെന്നിത്തല.
വിവാദങ്ങളിലൂടെ വോട്ടർമാരുടെ ശ്രദ്ധ തിരിക്കാനാണ് LDF, UDF മുന്നണികൾ ശ്രമിക്കുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. NDAയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസവും പ്രതീക്ഷയും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. CPIM-ഉം കോൺഗ്രസും തമ്മിലാണ് കൂട്ടുകെട്ടുള്ളതെന്നും രാജീവ് ചന്ദ്രശേഖർ. ഇടതു സർക്കാരിന്റെ തുടർച്ചയുണ്ടാകണമെന്ന് ജനം ആഗ്രഹിക്കുന്നതായി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത. രാജ്യത്ത് ആദ്യമായി വീട്ടമ്മമാർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ സംസ്ഥാനമായി കേരളം മാറി. 10 വർഷത്തെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കപ്പെട്ടത് സ്ത്രീകളും കുട്ടികളുമാണെന്നും CS സുജാത. കല്ലടയാർ വറ്റി വരടുന്നു. ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു. പുനലൂരിലും സമീപ പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം ഉണ്ടാകുമോ എന്ന് ആശങ്ക. ചൂട് കൂടിയതോടെ കിണറുകളിലെ ജലനിരപ്പും താഴ്ന്നു തുടങ്ങി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.